ഒരു പരിചയമില്ലാത്ത ആരോടെങ്കിലും കടയിൽ നിന്നും ഒരു മിനിറ്റിൽ എന്തും എടുക്കാം എന്ന് പറഞ്ഞ് മൂഞ്ഞിപ്പിക്കാൻ പറ്റുമോ? ഞാനോ നേരെ ബൈക്ക് എടുത്തേ ഒരു പരിചയമില്ലാത്ത ഒരാളെ കിട്ടണ്ട. ഇപ്പൊ എന്ത് പരിചയമില്ലാത്ത ആരും കിട്ടണ്ടേ? ഏതായാലും പരിചയമില്ല, നമുക്ക് പോയി കാറ്റൊരു പണി കൊടുക്കാം. നമ്മൾ ആർക്കെങ്കിലും പണിയെടുക്കും. ചലഞ്ച് എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തായാലും മൂഞ്ചിപ്പിക്കാം. നമ്മൾ കാണിച്ചു തരാം, വാങ്ങട്ടെ. അങ്ങനെ ഒതുക്കി ടർഫിന്റെ ഭാഗത്ത് കൂടെ അവിടെ ഒരു ചെറിയ കട അജ്മൽ എവിടെ തന്നെ ചലഞ്ച് ആക്കാം. എന്താ പേര് ബീസാവണമെന്നോ അങ്ങനെ എന്തോ പേര്. ഏതായാലും ഇവിടെ തന്നെ നമുക്ക് വണ്ടി അതൊന്നും ഒതുക്കിടാം. വണ്ടി മതിയാർ കിട്ടാലോ, മുങ്ങാളല്ലേ. ഒരു പരിചയമില്ലാത്ത ആരും കിട്ടിയ തൊട്ടപ്പുറത്തെ കൊണ്ട് ചെക്ക അങ്ങനെ ബക്കൊട്ടി വന്നെ യഹയു പറഞ്ഞിട്ട് ഓണത്തരം പിടിച്ചു. ഒന്നും നോക്കില്ല, ഏതായാലും കണ്ടപടം ഓണത്തിനായിട്ട് പിടിച്ച വരും കെട്ട്. നിങ്ങൾ ഭയങ്കര ചലഞ്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓനെ നമ്മളെ എവിടേക്കോ കണ്ടക്കണല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഏതായാലും ഇവരെ അച്ഛനായിട്ട് പണി കൊടുക്കാം. എങ്ങോട്ട് വരി കയറി പടം നമ്മളോട് ചോദ്യം നിങ്ങൾ ഉടായ്പല്ലേ? നമ്മൾ ഉടായിപ്പോ ഞങ്ങള് വീഡിയോക്ക് വേണ്ടി ഉടായ്പ ഉണ്ടാക്കുന്നില്ലേ? അജ്മൽ ഏതായാലും നമുക്ക് ചലഞ്ചായിട്ട് തുടങ്ങിയാലേ. അല്ല അജ്മൽ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ട്. അതുമാണ് ഇതിന്റെ റേറ്റ് ചെറുതായിട്ടും ചോദിച്ചു നോക്കിയാളെ. ഇതൊക്കെ എടുത്തിട്ട് നമ്മളത് പൈസ ഉണ്ടാ റൈറ്റ്. ഇതിന്റെ റേറ്റ് എങ്ങനെ ഈ കാണുന്നത്? 299 അത്രേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ടാ. 290 ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ട് പിന്നെ ജാക്കറ്റ് ഒക്കെ എത്ര 490 അത്രേ ഉള്ളൂ. 790 മുകൾക്ക് ഈ കടയിൽ ഒന്നും ഇല്ലല്ലോ. എന്താ ഇവിടെ നല്ല റേറ്റ് കുറവുണ്ടാ. ധൈര്യത്ത് വന്നിട്ട് ഒതുക്കെങ്കിലാണ് സ്ഥലം വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ ചലഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം. ഷെയ്ന എനിക്ക് ഒരു മിനിറ്റിൽ ഈ കടി നോക്കി എന്ത് കൊടുക്കട്ടെ എന്നാ ഒരു ടൈമോട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തന്നെ 20 സെക്കൻഡ് എന്റെ ഇല്ലാത്ത ബുദ്ധി എനിക്ക് ഒരു അടിവാ സാധ്യമല്ല. നമുക്ക് കുറച്ച് ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. കൊടുക്കണേ ഷൂട്ട് ചെയ്യാം. കുറച്ചും പാടി ഇങ്ങനെ ബാഗ് ഷൂട്ട് ചെയ്യാം. ഇനി 25 സെക്കൻഡ് ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ നേരെ ബാക്ക് ഇങ്ങോട്ട് വന്നിട്ടാ ചെക്കന് പിന്നെയും തപ്പൽ തുടങ്ങി തന്നെ. എന്തോരം എന്റെ ആർത്തി. ഒന്ന് നോക്കില്ല, വണ്ടിയിലെ പേസ് പറഞ്ഞിട്ട് ഞാനും വെച്ചാൽ നൈസായിട്ട് മെല്ലെ പുറത്ത് കയറി. ഇത് കാണുമ്പോ എന്റെ അവസ്ഥ എന്തൊക്കെയാ? എന്തൊരു അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത ഇൻട്രസ്റ്റിംഗ് അപ്പൊ ഓക്കെ എന്നാ ബൈ.